ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് എപ്പോഴും വൃത്തിയായി വെക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവരുടെ വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2-3 ദിവസത്തേക്ക് നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. വീട് എപ്പോഴും വൃത്തിയായിട്ട് വെക്കണമെന്നുള്ള ചിന്തയിൽ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോട് ചെയ്യാറുണ്ട്. പക്ഷേ അത് 2-3 ദിവസം കഴിയുമ്പോഴത്തേനും അത് പിന്നെയും വിട്ടുപോകും. അതെന്താണെന്ന് ആ ശീലമൊന്ന് എനിക്ക് മാറ്റിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഇതുപോലെ കുറച്ച് ഡബ്ബയെല്ലാം പൊടി കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇതെല്ലാം വൃത്തിയാക്കി വെക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന്. അപ്പം മെയിനായിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ആ ഒരു ദിവസം നല്ലതുപോലെ വൃത്തിയാക്കി വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരു ഗസ്റ്റ് വരും, അപ്പം വീടെല്ലാം വൃത്തിയാക്കി ഇടണം എന്ന ചിന്തയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയാൽ അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച കൊണ്ട് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ വീട് ക്ലീനാക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗസ്റ്റ് ഇപ്പോൾ വരും എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഫാസ്റ്റായിട്ട് അതുപോലെ ജോലി ചെയ്യും. എപ്പോഴും ആ ഒരു മൈൻഡിൽ വീട് വൃത്തിയാക്കി വയ്ക്കും. അപ്പം അങ്ങനെ എല്ലാ ദിവസവും ചിന്തിച്ചാലും നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കത്തില്ല എന്നൊരു ചിന്ത എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ 1-2 ദിവസം നമ്മൾ വിചാരിക്കുമോ ഇന്നാരും വരത്തില്ലായിരിക്കും, ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന ചിന്തയിൽ അത് പിന്നെയും മടിയാകും. എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നുകാർ വരുന്നുണ്ടെന്നറിയുമ്പോഴും എല്ലാവരും കൂടെ ചേർന്നാണ് വീട് വൃത്തിയാക്കുന്നത്. എക്ദം പെർഫെക്റ്റായിട്ട് വൃത്തിയാക്കിയിടുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. അത് കളിയാക്കി പറയുന്നതാണ്. നമ്മളത് കേട്ട് ആദ്യം ചിരിക്കും. പക്ഷേ എനിക്ക് തന്നെ എന്നോട് കുറ്റബോധം വെറുപ്പും തോന്നാറുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ. കാരണം ഞാൻ വീട് വൃത്തിയാക്കി ഇടാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് നല്ല വൃത്തിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയും അതുപോലെ തന്നെയാണ്. വീട് എപ്പോഴും വൃത്തിയായിട്ട് വയ്ക്കാറുണ്ട്. ഇത്രയും നല്ല പ്രായമുണ്ട് അമ്മയ്ക്ക്. ഇപ്പം 10-75 വയസ്സുണ്ട്. എങ്കിൽ പോലും അമ്മ എപ്പോഴും വീട് വൃത്തിയാക്കി അടുക്കളയായാലും എല്ലാ റൂമും തൂത്ത് തുടച്ച് വൃത്തിയാക്കി വയ്ക്കാറുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ അമ്മമാരുടെ സ്വഭാവം മക്കളിലേക്ക് കിട്ടുന്നതാണെന്ന്. കാരണം എൻ്റെ അമ്മ അത്ര വൃത്തിയായിട്ട് വീട് വയ്ക്കാറില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വീട്ടുജോലി ഒക്കെ ചെയ്ത് കഴിഞ്ഞ അമ്മ ആഹാരം പാചകം ചെയ്യും, എല്ലാവർക്കും കൊടുക്കും, കൃഷിപ്പണി, ഇതൊക്കെയാണ് അമ്മയുടെ മെയിൻ ജോലി. പിന്നെ പശുക്കളുണ്ടായിരുന്നു. അപ്പം അതിലായിരിക്കും അമ്മയുടെ കൂടുതൽ ശ്രദ്ധ. വീട് വൃത്തിയാക്കി വയ്ക്കുന്നതിൽ അത്ര ശ്രദ്ധയില്ലായിരുന്നു. അപ്പം ആ ഒരു രീതി കണ്ടു വളർന്നതുകൊണ്ടായിരിക്കും എന്നിലും ആ ഒരു സ്വഭാവം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ അച്ഛനമ്മമാരെ കണ്ടുപഠിക്കുക എന്ന് പറയുന്നത് സത്യമാണ്. ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താൻ തുടങ്ങിയതിന് ശേഷം പിന്നെ കുറച്ചൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പം ഇനി നാളെ തൊട്ട് വീണ്ടും തുടങ്ങണം. രാത്രിയിലെ അപ്പം വീടൊക്കെ ഞാൻ കുറച്ച് വൃത്തിയാക്കി ഇടാറുണ്ട്. എങ്കിലേ നമുക്ക് രാവിലെ വിളക്ക് കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രാവിലെ ചപ്പാത്തിയും കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ മാങ്ങ പഴുത്ത് തുടങ്ങി, അതും കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം.